നമ്മൾ സംസാരിക്കാൻ പോകുന്ന അർച്ചന വാസുദേവനോടാണ്. ആക്ടർ, അഡ്ജുന്റ് പ്രൊഫസർ, ഫounder of Talkative, and we'll also learn something about her style of parenting. Currently you are teaching or now it's like classes ഉണ്ടോ? രണ്ട് കോളേജുമായിട്ടാണ് ഇതുവരെയും പഠിപ്പിക്കൽ എന്നുള്ള പ്രവൃത്തിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റാച്ചിങ് മൈസെൽഫ് ടു 2 യൂണിവേഴ്സിറ്റീസ്, 2 different ടൈം പീരിയഡ് ഓഫ് കോഴ്സ്. അപ്പോൾ ഇപ്പൊ അടുത്ത് ഞാൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരും ആയിട്ടായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഫുൾ ടൈം അല്ല, അഡ്ജന്റ് ഫാക്കൽറ്റി എന്നുള്ള നിലയിലായിരുന്നു. ഇപ്പൊ ഇതുവരെയും ഉള്ള മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള പഠനവും പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ടൈം വി ചേഞ്ച്ഡ് ദ ഹോൾ സിസ്റ്റം. അപ്പോൾ നമ്മളൊരു യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ യു റിയലി കാൻ ഡു മച്ച് അബൌട്ട് ഇറ്റ്. ജസ്റ്റ് ദാറ്റ് ഇൻ ലെക്ചർ ക്ലാസ്സസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആവണം, ചെയ്യേണ്ടത് ഇതാണ് സിലബസ് എങ്കിലും നമ്മൾ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഇതല്ല കാര്യം, അവിടെ നമ്മൾ ഇതാണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. വാട്ട് ഇഫ് ഐ കൻ ഡു ഇറ്റ് ഇൻഡിവിജ്വലി? അപ്പം അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി എനിക്ക് അതിലൊരു ഫ്രീഡം ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ ഇതുവരെയുമുള്ള മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഫേം ആണെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജോലിയാണെങ്കിലും അറ്റാച്ച് ചെയ്ത് ജോലി ചെയ്തിരുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുട്ടികൾക്ക് എന്താണ് ഈ സമയത്ത് 2020 ആൻഡ് ബിയോണ്ട് ആവശ്യം എന്നുള്ള രീതിയിലുള്ള ഒരു മോഡ്യൂൾ ആവണം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് പലർക്കും എന്തൊരു ടാലന്റ് ഉള്ള കുട്ടികളാണ്, എഴുതാനും വായിക്കാനും റിപ്പോർട്ടിങ്ങും അഡ്വർടൈസിങ്ങും അഭിനയിക്കാൻ. ഇപ്പൊ അങ്ങനത്തെ ഫിലിം ആൻഡ് തിയേറ്റർ ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലും. പക്ഷെ എക്സ്പോഷർ കുറവാണെന്നുള്ളത് കൊണ്ട് അവര് മേ ബി ആർ കൈൻഡ് ഓഫ് റെസ്ട്രിക്റ്റഡ് ടു സം അതർ സബ്ജക്ട്സ്. അപ്പം എനിക്ക് തോന്നി അങ്ങനത്തെ കുട്ടികൾ, പ്രത്യേകിച്ചും ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾ, ഓഫ്കോഴ്സ് ഞാൻ മലയാളി ആയതുകൊണ്ടും എന്റെ റൂട്ട്സ് അവിടെയാണെന്നുള്ളത് കൊണ്ടും ചായവങ്കടാണ് താമസം ബാംഗ്ലൂർ ആണെങ്കിലും. അപ്പോ അവിടെയുള്ള കുട്ടികളിൽ നിന്ന് തുടങ്ങാൻ പറ്റിയാൽ എന്ന് വെച്ചാൽ particularly underprivileged kids who cannot afford media as a subject. അപ്പോൾ ഇതൊരു ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു മോഡ് ഞാൻ അതാണ് ആലോചിക്കുന്നത്. അതിനൊരു സ്ട്രാറ്റജി ഒന്നും ആയിട്ടില്ല. പിന്നെ അത് സ്ട്രീം ലൈൻ ചെയ്യണം. ഇറ്റ്സ് നോട്ട് ടു ഈസി ആസ് ഐ ടോക്ക്. പക്ഷെ ഇഫ് ഐ ക്യാൻ ഡു സംതിങ് ലൈക്ക് ദാറ്റ് ആസ് പാർട്ട് ഓഫ് മൈ സ്റ്റാർട്ടപ്പ്, നത്തിങ് ലൈക്ക് ഇറ്റ് എന്നാണ് ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. ഞാൻ കൂടുതലായിട്ടും ആലോചിച്ചത് 2 കാര്യങ്ങൾ വിട്ട് വെച്ചിട്ടാണ് ഈ ഒരു കാര്യം ആലോചിച്ചത്. ഒന്ന് പരീക്ഷ, 2 ഇതിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പേപ്പർ. ഓക്കെ, ബിക്കോസ് ഞാൻ സിനിമയിൽ PhD ചെയ്തിട്ടുണ്ട്. വൈവ കഴിഞ്ഞിട്ടുള്ള PhD ഉണ്ട് പറയാൻ പറ്റില്ല, പക്ഷെ അതുവരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോവാണ്. ഇഫ് ഐ എം പിച്ചിങ് സംതിങ്, ഇപ്പൊ എന്റെ ഒരു മാർക്കറ്റിംഗ് ഐഡിയ ഞാൻ പിച്ച് ചെയ്യാണ് ടു ആൻ ആർട്ടിസ്റ്റ് എന്ന് വെക്കുക. അവര് നിങ്ങളൊരു PhD ഉണ്ടല്ലേ എന്ന് കണ്ടിട്ട് ആരും എന്നെ വിളിക്കാൻ പോണില്ല. ഹൗ ഗുഡ് ഐ ആം അറ്റ് മൈ വർക്ക് എന്നുള്ളതാണ് അവർ നോക്കാൻ പോകുന്നത്. എന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്താണ്, അറിവെന്താണ്, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും. സർട്ടിഫിക്കറ്റ് ഓഫ് കോഴ്സ് എനിക്കൊരു എൻട്രി പോയിന്റ് ആണ്. അത് പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ PG ഉണ്ട്, MPhil ഉണ്ട് എന്നുള്ളത് ഒരു നമുക്ക് വാതിൽ തുറന്നു തരും. അതിനപ്പുറത്തേക്കുള്ളത് നമ്മുടെ സ്കില്ലാണ്. അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എൻട്രി പോയിന്റ് എന്നുള്ള രീതി മാറ്റി വെച്ചിട്ട് കുട്ടികളുടെ സ്കില്ലിനെ നറിഷ് ചെയ്യാന്നുള്ളതാണ് ഞാൻ കൂടുതലും ആലോചിച്ചത്. സോ മേ ബി ദ ഫോക്കസ് മേ നോട്ട് ബി ഗെറ്റിംഗ് ദം എ ഡിഗ്രി, പക്ഷേ ഇഫ് ദേ ആർ ഗുഡ് ഇനഫ് ടു ഗോ ഫോർ എ ഡിഗ്രി എന്നുള്ളതും, പിന്നെ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് മറ്റ് എക്സ്പോഷർ ഇനി എന്ത്. ഇപ്പൊ ഞാൻ മീഡിയ പഠിക്കുന്നുണ്ട്, ഐ എം ജസ്റ്റ് ലേണിംഗ് ദ ബേസിക്സ് ഓഫ് ഇറ്റ്, ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും. പക്ഷേ കൾച്ചർ സ്റ്റഡീസിനെ കുറിച്ചോ അഡ്വർടൈസിങ്ങിനെ കുറിച്ചോ ഇൻഡസ്ട്രിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കാര്യങ്ങളെ കുറിച്ചോ ഇതാണ് ഞാൻ കരുതുന്നത് എന്റെ കഴിവ്. പക്ഷെ അത് ശരിക്കും എനിക്കുണ്ടോ എന്ന് അറിയാൻ ഉള്ള ഒരു ഓപ്ഷൻ, ആ രീതിയിലുള്ള ഒരു സ്കിൽ മാനേജ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ ഒരു ബാലൻസിങ് ആക്ട് ആണ് ആശിഷ്. അപ്പൊ അതാണ് ഒരു മെയിൻ കാരണം. കാരണം വീടുണ്ട്, പിന്നെ ഒരു കുട്ടി സ്റ്റാർട്ടപ്പ് ഉണ്ട് എന്റെ സൈഡിൽ കൂടെ. പ്ലസ് ഇതൊരു പാഷൻ കൂടിയാണ്. ഇങ്ങനെ എന്തെങ്കിലും കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളത് ഒരു ആഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ. സോ മണി ഈസ് ഡെഫിനറ്റ്ലി നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് വൃത്തിയായിട്ട് സിൻസിയർ ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഈ മാസം ഒരു ആഴ്ചയിൽ ഒരു 2-3 സെഷൻസ് ഓഫ് 1 hour a week എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എഡ്യൂക്കേഷൻ ഹാസ് ടു ബി ഫ്രീ, പക്ഷെ അതാണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള അഫെയർ. ഇപ്പൊ എന്റെ മകനൊക്കെ ഞാൻ 1 ലക്ഷമാണ് ബാംഗ്ലൂര് UKGക്ക് കൊടുക്കണം. ഞാൻ എന്റെ മൊത്തം എഡ്യൂക്കേഷൻ അത്ര എടുത്തിട്ടുള്ളൂ, PhD വരെ. അപ്പൊ ഐ റിയലി ഫീൽ ദാറ്റ് someone has to start somewhere ഇല്ലേ. അപ്പൊ ചെറിയ രീതികളിൽ അത് തുടങ്ങുകയാണെങ്കിൽ വാട്ട് ഇഫ് other teachers were passionate about the same concept as mine come together and then eventually do something together.
ടോക്കറ്റീവ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ മെയിൻ കാരണം എൻ്റെ മകനാണ്. അപ്പം കൂടുതലായിട്ടും വീട്ടിൽ നിന്ന് എത്ര നമുക്ക് മെജോറിറ്റി ഓഫ് വർക്ക് എങ്ങനെ ചെയ്യാം, പക്ഷെ ഇഷ്ടമുള്ള കാര്യം അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ആലോചന PhD ചെയ്യുന്ന സമയത്ത് ഉണ്ടായതാണ് ടോക്കറ്റീവിന്റെ ബർത്തിന്റെ കാരണം. അപ്പോൾ അങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ ഈ PhD ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ PhD ചെയ്യുന്ന വരെയും അതുണ്ടായിരുന്നു, PhD ചെയ്യുന്ന സമയം അത്ര ഉണ്ടായിരുന്നില്ല. അപ്പം അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ആ സമയത്താണ് ഇങ്ങനെ ചെറിയ ചെറിയ അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഫ്രണ്ട്സ് ഉണ്ട് ഫിലിമിലും തിയേറ്ററിലൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ആവശ്യമുള്ള ചിലപ്പോൾ ഒരു സബ് ടൈറ്റിലോ മേ ബി ഒരു മാർക്കറ്റിംഗ് പിച്ചോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഫ്രീ ആയിട്ട്. അപ്പോൾ പിന്നെ ചിലർ അതിന് ദേ സ്റ്റാർട്ടഡ് പേയിങ് ഓൾസോ ആൻഡ് ദേ സ്റ്റാർട്ടഡ് അപ്രീഷിയേറ്റിംഗ് ദ വർക്ക്. അപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മനസ്സിൽ, ശരി അപ്പൊ ഇങ്ങനെ ചെയ്യാം എന്നുള്ളത്. അപ്പൊ എന്റെ ആദ്യ ജോലി എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റിലായിരുന്നു, ഗൂഗിളിലായിരുന്നു ഞാൻ ആദ്യം ജോലി ചെയ്യാൻ തുടങ്ങി. എന്റെ ഫസ്റ്റ് ജോബ് അതാണ്. അതിനുശേഷം എനിക്ക് വേറൊരു കോർപ്പറേറ്റ് ജോലിക്ക് പോകണം എന്ന് തോന്നിയിട്ടുമില്ല. റിയലി ചെറിഷ് ഇറ്റ്. അപ്പം അത് വെച്ചിട്ട് എനിക്ക് അവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസും അത് അഡ്വർടൈസിംഗ് ആണ്, ഓഫ് കോഴ്സ് ഓൺലൈൻ അഡ്വർടൈസിംഗ് ആണ് അത്. പിന്നെ അഭിനയവുമായിട്ട് ഇപ്പൊ തിയേറ്ററുമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് ഇടയ്ക്ക് നാടകമൊക്കെ ചെയ്യാറുള്ളതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് സിനിമയിൽ മുഖം കാണിക്കാറുണ്ട് എന്നുള്ളതുകൊണ്ടൊക്കെ അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ടോക്കറ്റീവ് ആലോചിക്കാനായിട്ട് കാര്യം. ആക്ട് ആസ് എ പേഴ്സൺ ഹു ഇസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ദിസ്, ദാറ്റ് ഇസ് ദി ആർട്ടിസ്റ്റ് ആൻഡ് ദ പ്രോസസ് എന്നുള്ള രീതിയിലാണ് ടോക്കറ്റീവ് ആരംഭിച്ചത്. ഒരു ഓൾമോസ്റ്റ് ഒരു വർഷമായി ഇപ്പൊ അത് തുടങ്ങിയിട്ട്. അപ്പൊ തുടക്കത്തിൽ എന്റെ ഡ്രീം എങ്ങനെയായിരുന്നു, ഇപ്പൊ വളരെ ചെറിയൊരു സർക്കിളിലായിട്ട് തുടങ്ങാം. കാരണം കുറച്ച് ഫ്രണ്ട് സർക്കിൾസ് ഉണ്ട്, നമ്മളെ വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അവർക്ക് ആവശ്യമുള്ള ഇങ്ങനെ പ്രൊഡക്ഷൻ കമ്പനി ആയാലും ഫിലിം മേക്കർ അവരുടെ ആഗ്രഹങ്ങളായാലും സ്ക്രിപ്റ്റ് ഡോക്ടറിങ് ചെയ്തിട്ടുണ്ട്, സബ് ടൈറ്റിലിംഗ് ചെയ്യാറുണ്ട്, ചില സമയത്ത് കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പം അവർ ചോദിക്കുന്ന എന്നെ വിശ്വാസം ഉണ്ട് എന്ന് തോന്നുന്ന എന്ത് കാര്യം ഞാൻ ചെയ്യാറുണ്ട്. നൗ ഇറ്റ്സ് talkative.world. അപ്പം ദാറ്റ് ഗിവ്സ് മീ സം ഹാപ്പിനെസ്. ജനറലി ഞാൻ ചെയ്യുന്നത് ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് ആണ് ഒന്ന് ഫോർ പ്രൊഡക്ഷൻ കമ്പനീസ് ആൻഡ് ആർട്ടിസ്റ്റ്. സബ് ടൈറ്റിലിംഗ് ചെയ്യും, കാസ്റ്റിംഗ് ചെയ്യും, സ്ക്രിപ്റ്റ് ഡോക്ടറിംഗ് ചെയ്യും. ഇതൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യാറുള്ളത്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഇൻഫിലിം ബ്രാൻഡിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അതും ഇൻഫിലിം ബ്രാൻഡിങ്ങിലും നമ്മുടെ ഒരു ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ ഒരു ഫോഴ്സ്ഡ് ആയിട്ടാണ് സാധാരണ നമ്മൾ സിനിമകളിൽ കാണാറ്. എന്ന് വെച്ചാൽ യു സീ എ ബ്രാൻഡ് ആൻഡ് യു നോ ദാറ്റ്സ് കൈൻഡ് ഓഫ് ഫോഴ്സ്ഡ്. അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് റൈറ്ററുമായി അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അതിന്റെ റൈറ്റ് ക്രിയേറ്റർ ഉണ്ടല്ലോ, ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ആണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഒരു ബാക്ക് ബോൺ എന്ന് പറയുക. എവ്രി വൺ ആസ്ക്സ് മീ brands with you, so I talk to the brand, I give them the brand and then they place it somewhere in the film. എനിക്ക് അങ്ങനെ കിട്ടുന്ന കാശ് വേണ്ട. So I would really like to work with the director and the script writer even if it takes a lot of time. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് അതിന് സിനിമയ്ക്ക് കോട്ടം തെറ്റാത്ത രീതിയിൽ മാർക്കറ്റും ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഡ്യൂസറെയും സഹായിക്കാൻ പറ്റും. So how about while we are waiting for, of course films of course are there, is it applicable for these web series and short films also? As in, that would be good fund if they get some in-film product, I mean yes correct. അതെ, കാരണം നമ്മളിപ്പോ ഞാൻ എന്റെ ചില ഫ്രണ്ട്സുമായിട്ട് OTTക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ബിഫോർ കോവിഡ് ദാറ്റ് ഇസ് കുറെ പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പേരുമായിട്ട് OTT പിച്ച്, അതുപോലത്തെ സ്ക്രിപ്റ്റ് ഫോർ ദോസ് വെബ് സീരീസ് എന്നുള്ള രീതിയിൽ സീസൺ വൈസ് നമ്മളത് അവർക്ക് എന്താണോ ആവശ്യം, സീ അതുപോലെ മനോരമ അതുപോലത്തെ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പൊ നമുക്കറിയാം ഇനി അങ്ങോട്ട് ഉള്ള ഒരു ജേർണി എന്ന് പറയുന്നത് വിത്തൗട്ട് OTT ബുദ്ധിമുട്ടാണ്. നമുക്ക് ദാറ്റ്സ് ദ ഹോപ്പ് ആൻഡ് ദാറ്റ്സ് ദ ഫ്യൂച്ചർ. അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി അതുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അതൊരു ഗുണം കൂടിയാണ്. കാരണം ഇത് OTT ഇത്രയ്ക്കും ഒരു പോപ്പുലർ ആകുന്നതിന് മുമ്പ്, ദാറ്റ് ഇസ് ബിഫോർ കോവിഡ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ഇന്ത്യൻ ഓഡിയൻസ്, സ്പെഷ്യലി കേരള. അപ്പം റീജിയണൽ ആയിട്ടുള്ള കണ്ടന്റ് വേണ്ട എന്ന് ആമസോണും നെറ്റ്ഫ്ലിക്സും ഒക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ അവർക്കൊക്കെ എന്താണ് ആവശ്യം, സീ ആയാലും ശരി, തമിഴ്, സീ മലയാളം അതുപോലത്തെ ആൾക്കാർക്കൊക്കെ ആണെങ്കിലും മനോരമ പോലെ ആൾക്കാർക്കാണെങ്കിലും ബിഗ് ടൈം പ്ലേയേഴ്സ് ലൈക്ക് നെറ്റ്ഫ്ലിക്സ് അവർക്ക് വേണ്ടിയാണെങ്കിലും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ആ സമയത്ത് പറ്റി. സോ ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഈസി. ഇപ്പൊ ഞാനും ഇപ്പൊ എന്റെ ഫ്രണ്ട്സും അപ്പോൾ വർക്ക് ചെയ്തിരുന്നവരുമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വി ഹാവ് എ ക്ലിയർ ക്ലാരിറ്റി ഓൺ വാട്ട് ദേ ആക്ച്വലി വാണ്ട്. അപ്പൊ കാരണം നമുക്ക് ലോഡ് ഓഫ് പേപ്പർ വർക്ക് ആൻഡ് ലോഡ് ഓഫ് ചേഞ്ചസ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു നമ്മളിത് ചെയ്ത് കൊടുക്കുമ്പോൾ.
പിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പം ഈ സ്റ്റോറി ഇങ്ങനെ ഫസ്റ്റ് സീസൺ കൊണ്ട് എന്താണ് ഇതിലെന്താണ് സംഭവിക്കുന്നത്, സെക്കൻഡ് സീസണിൽ എന്തുകൊണ്ടാണ് ഇത്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരു ആളൊരു കഥയുമായിട്ട് വന്നാൽ നമുക്ക് എന്താ അവരോട് പറയണം ബിഫോർ ദ പിച്ച് എന്നുള്ളത് അറിയാം. സോ ഓഫ് കോഴ്സ് അതാണ് ഇനി ഫ്യൂച്ചർ. അപ്പൊ ഫോക്കസ് അതിൽ തന്നെയാണ്. പക്ഷെ ഈ ബിഗ് സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഐ തിങ്ക് ദിസ് എ ഫ്യൂച്ചർ ഓഫ് ഇറ്റ്. കാരണം ബീങ് ക്രിയേറ്റീവ് ആൻഡ് ബീങ് സ്മാർട്ട് ടുഗദർ makes sense. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് കോളേജില്ല സ്കൂള് മുതൽ അഭിനയിക്കാറ് നാടകവുമായിട്ട് കേട്ടോ, വേറെ ഒന്നും ഇല്ലായിരുന്നു. നാടകങ്ങൾ അഭിനയിക്കുക, ലൈവ് എക്സ്പീരിയൻസ് ആൻഡ് ലൈവ് റെസ്പോൺസ് ഉണ്ടല്ലോ. സോ അതാണ് എന്താ പറയുക എക്സൈറ്റ്മെന്റ് ആയിട്ട് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്. കോളേജിൽ പഠിക്കുമ്പോൾ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിച്ചത്, ഇരിങ്ങാലക്കുട. ഫങ്ഷണൽ ഇംഗ്ലീഷ് ആയിരുന്നു. ആ സമയത്ത് ഡി സോൺ ഇന്റർ സോൺ എന്നുള്ള രീതിയിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഒരു ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ളത് എപ്പോഴും എല്ലാ വർഷവും കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോഴും റെക്കോർഡാണ്. അപ്പോ അത് ഇംഗ്ലീഷ് മലയാളം നമുക്ക് ഭാഷയൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. അപ്പോ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അതിലൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഒരു ബ്രേക്ക് എടുത്തു. ബ്രേക്ക് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ബ്രേക്ക് ഒരു ഇന്റൻഷണൽ ബ്രേക്ക് തന്നെയായിരുന്നു. കാരണം ആ സമയത്ത് ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം കുറെ മുമ്പാണല്ലോ, ഡിഗ്രി ചെയ്യുന്ന സമയത്താണ്. അപ്പോ ആ സമയത്ത് ജനറലി ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു വെച്ചാൽ നാടക നടി എന്ന് പറയുന്നത് വളരെ ഒരു കണ്ടിരുന്ന രീതി വളരെ എന്താ പറയാ മോശമായിട്ടായിരുന്നു അന്ന്. പിന്നെ അത് അങ്ങനെ അല്ലാന്ന് അറിയാനുള്ള ഒരു വകതിരിവ് എനിക്ക് ഉണ്ടായിരുന്നതുമില്ല. അപ്പം അപ്പൊ ഈ പേപ്പറിലൊക്കെ നമുക്ക് ബെസ്റ്റ് ആക്ട്രസ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ വരുമ്പോഴും എല്ലാവരും നീ നാടകമാണോ ഇനി ചെയ്യാൻ പോണേ, നീ പഠിക്കാൻ പോണില്ലേ, എനിക്ക് ജോലി കിട്ടില്ലേ, അപ്പൊ ഇത്രയും തരം താഴ്ന്ന ഒന്നുള്ള രീതിയിലായിരുന്നു അന്ന് അവര് കണ്ടിരുന്നത്. അങ്ങനെ അല്ല എനിക്ക് മനസ്സിലായിട്ടും ഉണ്ടായിരുന്നു. അതാവണം ഞാൻ ഡ്രാമ സ്കൂളിൽ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിലും പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ എന്റെ റൂട്ട് കംപ്ലീറ്റ്ലി മാറി. പിന്നെ പഠിത്തം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പം MA ചെയ്തപ്പം അപ്പോഴൊന്നും ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല. ചെന്നൈയിലാണ് MA ചെയ്ത്, കമ്മ്യൂണിക്കേഷനിലാണ് ചെയ്തത്. അപ്പോ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നില്ല. പഠനം മാത്രം, ജോലി കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു ഇന്റൻഷൻ. പിന്നെ ഗൂഗിൾ ഹാപ്പൻ. പിന്നെ വളരെ വ്യത്യാസമായി പോയി ജീവിതം. വളരെ വളരെ ഡിഫറെന്റ് കോർപ്പറേറ്റ് ലൈഫായിരുന്നു ഫോർ കപ്പിൾ ഓഫ് ഇയേഴ്സ്, കല്യാണമൊക്കെ കഴിഞ്ഞ് ആ സമയം വരെ. പിന്നെ ഗൂഗിൾ വിട്ടതിന് ശേഷമാണ് ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ ദെൻ ഐ അണ്ടർസ്റ്റുഡ് ആഫ്റ്റർ ദിസ് നത്തിങ് മച്ച് ദാറ്റ് ഐ എം റിയലി എക്സൈറ്റഡ് അബൌട്ട് അതർ ദാൻ ആർട്ട് ഓർ ഫിലിംസ്. അപ്പോൾ അങ്ങനെയാണ് ശരി. അക്കാഡമിക്സ് എപ്പോഴും ഇൻട്രസ്റ്റഡ് ആണ്. അപ്പം അത് മതിയെന്ന്. അപ്പം റിസർച്ചുമായിട്ട് പോവാം. അപ്പോഴും അഭിനയത്തിലേക്ക് പോകണമെന്ന് തോന്നിയിട്ടില്ല. ഇത് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. MPhil ചെയ്തു. പിന്നെ PhDക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ നാട്ടിലുണ്ടായിരുന്ന ഒരു സമയത്ത് യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ പ്രക്ഷോഭിന്റെ ലില്ലിയില് ഓഡിഷൻ ആൾക്കാരെ വിളിക്കുന്നത് കണ്ടത്. അപ്പം മെജോ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, മ്യൂസിക് ഡയറക്ടർ, എൻ്റെ ഫ്രണ്ടാണ്. അപ്പം മെജോ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനിങ്ങനെ ചോദിച്ചത് ഇങ്ങനെ കാസ്റ്റിംഗ് അല്ല ഓഡിഷൻ നടക്കണ്ട, ഇസ് ഇറ്റ് ഓക്കെ ടു ഗോ, സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചപ്പോ മെജോ പറഞ്ഞു ഓഫ് കോഴ്സ് നല്ല ടീമാണ്, അതാണ് മേ ബി ഒരു ടേണിംഗ് പോയിന്റ് അഗെയിൻ ടു കം ബാക്ക് ടു ആക്ടിങ്. അപ്പൊ അങ്ങനെ അത് ചെയ്തപ്പോഴാണ് അവിടെ വിനീത് വാസുദേവൻ അവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല ഗ്രേറ്റ് ടീം. അപ്പം അവരാണ് എൻ്റെ അടുത്ത് വീഡിയോ മരണം എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിം ചെയ്യുമെന്ന് ചോദിച്ചത്. അപ്പൊ അത് ചെയ്തു ലില്ലിക്ക് മുമ്പ്. അത് ഐ തിങ്ക് ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ് വർക്ക്. അത് സ്വന്തം കയ്യിൽ തന്നെ ക്യാമറ വെച്ച് നമ്മൾ തന്നെ ഷൂട്ടിങ് അങ്ങനെ ചെയ്യുന്ന ഒരു ഇതായിരുന്നു. അത് കോൺസെപ്റ്റ് എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ ശരിയെന്ന് പറഞ്ഞു. വിത്തിൻ ഐ തിങ്ക് വി ഷോട്ട് ദിസ് ഇൻ 2 days or something after we spoke about it. നമ്മൾ ഷൂട്ട് ചെയ്തു, ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് വന്നു. അങ്ങനെ എല്ലാം ഒരു സർക്കിളിലും സംഭവിച്ചു. ദെൻ ലില്ലി ഹാപ്പൻ. എല്ലാത്തിലും ലില്ലിയും ഒക്കെ ചെറിയ ചെറിയ റോളാണ്, പക്ഷെ നല്ല നല്ല ആൾക്കാരുമായിട്ടാണ് ജോലി ചെയ്തത്. അതാണ് ഭയങ്കര സന്തോഷം. ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ഉണ്ടാവുള്ളൂ സ്ക്രീനിൽ എന്നുള്ളതൊന്നും വലിയ കാര്യമില്ല. ദാറ്റ് എക്സ്പീരിയൻസ് ഇസ് ഗുഡ്. പിന്നെ ഹിഗ്വിറ്റ എന്ന് പറഞ്ഞിട്ട് NS മാധവൻ സാറുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നാടകം ചെയ്തു. അത് ക്രൈസ്റ്റ് കോളേജിൽ തന്നെ അലുംനായി വെച്ചിട്ട്. ആൻഡ് ദെൻ അത് മഹീന്ദ്ര എക്സലൻസ് ഇൻ തിയേറ്റർ അവാർഡ്സിൽ സെലക്ട് ചെയ്തു. അപ്പൊ ഡൽഹിയിൽ അത് ചെയ്തിരുന്നു. അപ്പൊ അവിടെ ഒരു സപ്പോർട്ടിംഗ് ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ളൊരു നോമിനേഷൻ കിട്ടി, ജയിച്ചില്ല. അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ് ഉണ്ടായി. ബാക്ക് ടു തിയേറ്റർ എന്നുള്ളത് വന്നു. പിന്നെ ഇപ്പൊ അടുത്ത് ചെയ്തത് ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് എന്നുള്ള ഒരു ഫിലിമാണ്. അത് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കണു ഇപ്പോ. അത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ലെങ്തി സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. ബട്ട് ഡസന്റ് റിയലി മാറ്റർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ആ ദിവസത്തെ എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞ എന്റെ ഹൈ, നോട്ട് വെൻ ഐ സീ മൈസെൽഫ് ഓൺ ദ സ്ക്രീൻ. അപ്പോ അത് 2-3-4 ചെയ്തു. ഇറ്റ് ഫോക്കിന് സെലക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് ചെയ്യാൻ
ഇറ്റ്ഫോക്ക് എനിക്ക് ഇറ്റ്ഫോക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെയ്യണം, നമ്മുടെ നാട്ടില് ചെയ്യണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മെറ്റ വാസ് ഹ്യൂജ് ഇനഫ്, അത് ചെയ്യാൻ പറ്റി. ഫ്രണ്ട്സ് വിളിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ പോയി ചെയ്യാറ് മിക്കവാറും. അങ്ങനത്തെ നല്ലൊരു ടീമാണ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഇടയ്ക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. Never thought about setting up a theater group or something here? നോട്ട് റിയലി. ഇവിടെ ഗംഭീര ടീംസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആശിഷ് പറഞ്ഞ പോലെ തന്നെ വി ഹാവ് രംഗശങ്കർ ഹിയർ ആൻഡ് ഹ്യൂജ്, എന്താ പറയാ, വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഓസം ടീംസ് ഉണ്ട് ഇവിടെ ബാംഗ്ലൂർ ഉണ്ട്. ഞാൻ അവരെ അപ്രോച്ച് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഒരു ടീം സെറ്റ് ചെയ്യാൻ മാത്രമുള്ള വിവരം എനിക്കില്ല. അതാണ് അതിനുള്ള അറിവും പരിചയവും പോരാ. അതിനെയും വേണം, എന്നാലേ അതൊക്കെ ആലോചിക്കാൻ പറ്റും. A person from Tirur, how come you happen to be in Christ College? അതെ, തിരൂരിന്ന് എനിക്ക് തോന്നുന്നു അവിടെ നമുക്ക് ഫറൂഖ് കോളേജ് അടുത്ത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ സമയത്താണ് ഈ ഫങ്ഷണൽ ഇംഗ്ലീഷ് പിന്നെ എന്താ മാസ് കോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങിയത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് അധികം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഫറൂഖ് കോളേജിൽ അപ്പോൾ ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു, പക്ഷെ ഇതുണ്ടായിരുന്നില്ല. ആൻഡ് ദെൻ യു ഹാഡ് വിമല ഓഫറിംഗ് സൈക്കോളജി റിലേറ്റഡ്. അതുപോലത്തെ വളരെ കുറച്ച് മാത്രമേ ഞങ്ങള് പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയം, ഞങ്ങളുടെ ലാസ്റ്റ് ബാച്ച് ഓഫ് പ്രീ ഡിഗ്രി ആയിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ക്രൈസ്റ്റ് അങ്ങനെ വന്നൊരു ഓപ്ഷനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു, ടു ബി വെരി ഫ്രാങ്ക്, ക്രൈസ്റ്റ് ആ സമയം ചൂസ് ചെയ്യാൻ ഓവർ വിമല ഓർ സെന്റ് മേരീസ് ഒക്കെ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം അപ്പൊ ഇറങ്ങിയ സിനിമയില്ലേ നിറമായിരുന്നു തോന്നുന്നു. അങ്ങനത്തെ അതൊക്കെ കണ്ടപ്പോ ഇങ്ങനെ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇതും ഒരു കാരണമായിരുന്നു. അവിടെ മാത്രമാണ് ഫങ്ഷണൽ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്, വളരെ ചുരുക്കം കോളേജിലേ ഉണ്ടായിരുന്നുള്ളൂ. നിറമാണെന്ന് തോന്നുന്നു. അല്ല, റീസൺസ് വളരെ സില്ലി ആയിട്ട് തോന്നാം, പക്ഷെ അന്ന് അത് വലിയ കാര്യമായിരുന്നു. എനിക്ക് തോന്നുന്നു കോളേജ് ലൈഫ്, അതിനുശേഷം PG ചെയ്തു, MPhil ചെയ്തു, ഇത് PhD ഒക്കെ ചെയ്തെങ്കിലും നത്തിങ് ലൈക്ക് ക്രൈസ്റ്റ്. അവിടെ പഠിച്ച പോലെ ഒരു ഫീൽ കോളേജ് ലൈഫ് അതായിരുന്നു. ഇപ്പൊ ഈ കുട്ടികൾക്ക്, ഇപ്പൊ ഇവനാണ്, എന്റെ മകനാണെങ്കിൽ 5 വയസ്സാണ്, 5 വയസ്സ് കഴിയാറായി ഇപ്പൊ. പക്ഷെ 5 വർഷമായിട്ട് ഈ കുട്ടിക്ക്, എന്റെ മകന് ഫോൺ എന്ന് പറഞ്ഞ സാധനം ഞാൻ കൈകൊണ്ട് തൊടിച്ചിട്ടില്ല. ആൻഡ് ഐ എം സോ പ്രൗഡ് അബൌട്ട് ഇറ്റ്. ആദ്യം മുതൽ എനിക്ക് തോന്നുന്നു 6 മാസം മുതൽ നമുക്കിപ്പോ ഈ ഫേസ്ബുക്ക് അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അതില് ഒരു റീഡിംഗ് ഗ്രൂപ്പ് ഉണ്ട് കുട്ടികൾക്കായിട്ടുള്ളത്. അപ്പൊ ഞാൻ അതില് മെമ്പറായിരുന്നു, ജൂനിയർ റീഡിംഗ് റക്കൂൺസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് നിറയെ ബുക്സ്, ആൾക്കാര്, നിറയെ പേരൻസ്, നിറയെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ ഓരോരോ പ്രായത്തിലും വേണ്ട കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പോഴാണ് എനിക്ക് അറിയണത്, നമ്മളിപ്പോ എനിറ്റ് ബ്ലൈറ്റൻ മുതൽ അങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പോഴും വലിയ വായനൊന്നും ഞാൻ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ബാലരമയും പൂമ്പാറ്റയും ബോബനും മോളി തന്നെ വായിച്ചിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റന്റ് റീഡിംഗ് ഒന്നും നമുക്ക് ആ സമയം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ മകനെ പ്രസവിച്ചതിന് ശേഷമാണ്. അപ്പൊ ഞാൻ 6 മാസം മുതൽ കുട്ടിക്ക് ഇത് നോക്കിയിട്ട് മാസസാമാനം വീട്ടിൽ വാങ്ങണത് പോലെ എല്ലാ മാസവും 1-ാം തീയതി ആകുമ്പോൾ പുസ്തകങ്ങൾ വാങ്ങും. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നു കുട്ടിക്ക് ഒരു വേറെ ലോകം, അത് ദാൻ വാട്ട് എവർ ഹി സീസ് ഹിയർ ഞാൻ കാണിച്ചു കൊടുത്തിട്ട്. പിന്നെ കുറച്ചു നേരം TV കാണിച്ചു കൊടുക്കും. അത് കാർട്ടൂൺ ആണ് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ. അങ്ങനെ കംപ്ലീറ്റ് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഫോൺ കൊടുക്കാറില്ല. അപ്പം ഇപ്പൊ ചോദിക്കാറുമില്ല അങ്ങനെ ഫോൺ വേണമെന്നോ, അതിന് ഗെയിം കളിക്കുക. ഇപ്പൊ എനിക്ക് സമയം വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് ഫോൺ കൊടുത്തിരുത്തിയിട്ടില്ല ഇതുവരെ. അപ്പം അതെനിക്ക് തോന്നുന്നു ആദ്യം മുതൽ ഇങ്ങനെ ഒരു ശീലം കൊണ്ടുവന്നത് കൊണ്ടാവാം എനിക്ക് അതിന് ബുദ്ധിമുട്ടില്ലാത്തത്. അപ്പൊ എനിക്ക് അവനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. സോ ഹി ഈസ് മാനേജിങ് ബൈ ഹിംസെൽഫ്, ഹി ഡസ് എവറിത്തിങ് ബൈ ഹിംസെൽഫ്. ഇപ്പൊ 5 വയസ്സായി, എല്ലാം അവൻ ഒറ്റയ്ക്ക് ചെയ്യും. അപ്പം അവന്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് മമ്മി അച്ഛനും ആരും ഇല്ല കൂടെ എന്നുള്ളതും ഒരു കാരണമാണ്. നമുക്ക് വേറെ ചോയ്സ് ഇല്ല. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി എക്സ്ട്രാ ശ്രദ്ധിച്ചിട്ടുണ്ട് അവന്റെ കാര്യത്തില്. ഇപ്പൊ ടോക്കറ്റീവ് സ്റ്റാർട്ട് ചെയ്തതും സത്യം പറഞ്ഞാൽ അത് അവന് വേണ്ടിയാണ്. അവന്റെ കൂടെയും കൂടെ ഇരിക്കണം. അങ്ങനെ അമ്മയും അച്ഛനും രാവിലെ മുതൽ രാത്രി വരെ ഇല്ലാണ്ടാവണ്ട എന്നുള്ള ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. ഐ എം നോട്ട് സേയിങ് ഇറ്റ്സ് റോങ്, ബോത്ത് ഓഫ് 2 people വർക്കിംഗ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഇഫ് ഐ ക്യാൻ വർക്ക് ആൻഡ് ബി ഹാപ്പി ആൻഡ് ബി അറ്റ് ഹോം ആൻഡ് ബി ഹാപ്പി, വൈ നോട്ട്? അങ്ങനെ. അർച്ചനയുടെ ചൈൽഡ്ഹുഡ് എനിക്കിപ്പോ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ ആദ്യം ഓർമ്മ ഒരു അമ്മമ്മയും മുത്തശ്ശനൊക്കെയാണ്. അവരുമായിട്ടുള്ള ചൈൽഡ്ഹുഡാണ് മൊത്തം. തുഞ്ചൻപറമ്പിന്റെ മുമ്പിലാണ് എന്റെ വീട്. അപ്പം തുഞ്ചൻപറമ്പിലും വീട്ടിലും ആയിട്ടുള്ള ലൈഫായിരുന്നു എന്റെ. അപ്പൊ പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ആരും എന്നെ ഗൈഡ് ചെയ്തിട്ടൊന്നുമില്ല. ഇത് വായിക്കുക, അത് എഴുതുക, അങ്ങനെയൊന്നും ആരും ഗൈഡ് ചെയ്തിട്ടൊന്നുമില്ല. വേണമെങ്കിൽ വായിക്കുക, വേണമെങ്കിൽ പഠിക്കുക, വേണമെങ്കിൽ മാർക്ക് എടുക്കുക എന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ എന്റെ മകനെ വളർത്തുന്നത്. അതുപോലെയാണല്ലോ, ലെറ്റ് ഹിം ബി ഹാപ്പി, ഫ്രീ. അപ്പൊ അങ്ങനെ ഞാൻ ആലോചിക്കാറുള്ളൂ. എന്റെ ചൈൽഡ്ഹുഡ് മണ്ണിലും പറമ്പിലും ഒക്കെ തന്നെയായിരുന്നു. നമ്മൾ ഇങ്ങനത്തെ ഫ്ലിൻറ്റോ ബോക്സും മറ്റു സാധനങ്ങളും ഒന്നും എക്സ്പോഷർ ഉണ്ടായിട്ടില്ല.
ഓഫ് കോഴ്സ് വിത്ത് പീപ്പിൾ, ലോട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് പീപ്പിൾ. പ്രത്യേകിച്ച് ഇപ്പൊ അമ്മമ്മയുടെ കൂടെ അമ്പലത്തിൽ പോകലും അതൊക്കെയാണ് എന്റെ ഓർമ്മ ഉണ്ടായിട്ടുള്ളൂ. കസിൻസിന്റെ കൂടെ കളിക്കുക. ഐ ഫീൽ ഐ എം ബ്ലെസ്ഡ് ടു ഹാവ് ഹാഡ് സച്ച് എ ചൈൽഡ്ഹുഡ്. പക്ഷെ ഇവർക്ക് ഇപ്പൊ അത് അത്രയും പോസിബിൾ അല്ല നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ വാട്ട് എവർ പോസിബിൾ നമ്മൾ കൊടുക്കാൻ നോക്കാറുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് നാട്ടില് വരുന്നവർക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് നല്ലോണം ഉള്ളത് ഞാൻ പറ്റുമ്പോഴൊക്കെ നാട്ടിൽ പോവാ, ഇവനെയും കൊണ്ട് പോവാ ആൻഡ് ഗെറ്റ് ഹിം എക്സ്പോസ് ടു വാട്ട് ഐ എക്സ്പീരിയൻസ്ഡ് എന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ എപ്പോഴും അത് പറ്റില്ല, കാരണം പ്രവീൺ എവിടെയാണ് ജോലി എന്നൊക്കെ ഉള്ളതുകൊണ്ട്. സോ ഐ എം ഹാപ്പി വിത്ത് വാട്ട് എവർ ഐ ഹാവ്. എന്റെ PhD യുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനത് പോയത്. പെരുന്തച്ചൻ എന്റെ ഒരു എന്റെ ടോപ്പിക്കിന്റെ ഭാഗമായിരുന്നു. അപ്പം ജോർജ് സാറെ കണ്ടിട്ടുണ്ട്, കാരണം ജോർജ് സാറുടെ സിനിമകളും എന്റെ തീസിസിന്റെ ഭാഗമായിരുന്നു. അപ്പൊ പെരുന്തച്ചൻ അദ്ദേഹം ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ എങ്കിലും മെറ്റീരിയലിസം ആൻഡ് ഫെറ്റിഷിസം ആണ് ഞാൻ ഫോക്കസ് ചെയ്തത് സിനിമയ്ക്ക് തീസിസിന് വേണ്ടിയിട്ട്. അപ്പൊ പെരുന്തച്ചൻ ഇതിന്റെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പോവാൻ ശ്രമിച്ചത്. അപ്പൊ ആദ്യം ഫോൺ ചെയ്തപ്പോ തന്നെ വലിയ സന്തോഷത്തോടെയാണ് സംസാരിച്ചതൊക്കെ. എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് വിളിച്ച ആ സമയവും. ഞാൻ വളരെ എന്താ പറയാ, നമുക്ക് ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ള, നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, സ്റ്റിൽ അങ്ങനെയുള്ള ഒരാളാണല്ലോ. അപ്പൊ വിളിച്ചപ്പോ എപ്പോ വേണമെങ്കിലും വന്നോണ്ട് വെൽക്കമിങ് ആയിരുന്നു. ആന്റിയും അതെ, വളരെ ഫോൺ ചെയ്തിട്ട് എത്താറായോ, ഒറ്റയ്ക്കാണോ വരുന്നത്, അങ്ങനത്തെ വളരെ കൺസേൺഡ് ആയിട്ട് ഇപ്പൊ സ്വന്തം വീട്ടിലേക്ക് പോണ പോലെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് അവിടെ പോകുമ്പോ. അവര് പുറത്തന്നെ നിൽക്കണ്ടായിരുന്നു, സാറ് നിൽക്കണ്ടായിരുന്നു, ആന്റി നിൽക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് അവരെ കാണാൻ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വെരി അക്കോമഡേറ്റീവ് പീപ്പിൾ. ഇപ്പൊ വീട്ടിൽ പോകുന്ന പോലെ ഞാൻ ഒരു മണിക്കൂർ എടുത്തിട്ട് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ എടുത്ത് ആവശ്യമുള്ളത് മാത്രം ചോദിച്ച് വരാം എന്നുള്ള രീതിയിൽ അവിടെ ഞാൻ ഒരുപാട് നേരം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അപ്പോ പെരുന്തച്ചൻ നടന്ന സമയത്ത് ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ പറയും, അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം അദ്ദേഹം പറഞ്ഞ ആ ഒരു പെരുന്തച്ചൻ ഫസ്റ്റ് ടൈം സ്ക്രീനിൽ കണ്ടിട്ട് എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ചപ്പോ കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു അത്രയും ആ മനുഷ്യനോട് ഒരു, അല്ലെങ്കിൽ ആ കലയോട് എന്നുള്ളതിനേക്കാളും ആ കല സൃഷ്ടിച്ച മനുഷ്യനോടുള്ള ഒരു ആരാധന സ്നേഹമൊക്കെ കൂടിയതും ഒക്കെ I really can't express how I felt that time, because his eyes were full and then he just walked in. അപ്പൊ അതുവരെ നമ്മൾ പുറത്തിരുന്ന ഭൂമുഖത്തിരുന്ന സംസാരിച്ചുകൊണ്ടിരുന്നേ, ഇത് പറഞ്ഞതും കണ്ണ് നിറഞ്ഞതുകൊണ്ടാവണം ഉള്ളിൽ കയറിപ്പോയി. പിന്നെ ആന്റിയാണ് സംസാരിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു, പഴം കഴിക്കൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. വീട്ടില് ഞാൻ സ്വന്തം കുട്ടിയെ പോലെ ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ആ ഒരു ദിവസത്തെ ഒരു 3-4 മണിക്കൂറെ അവരുമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. ആന്റിയോടും അതെ, അജയൻ സാറോടും അതെ. പക്ഷെ അതിനുശേഷം ഇപ്പൊ ഇന്നലെ വരെയും നമ്മൾ ഇൻ ടച്ച് ആണ്, ആന്റിയുടെ അടുത്ത് ഇൻ ടച്ച് ആണ്. അപ്പൊ ഇപ്പോഴും എന്നെ വിളിക്കും, ആന്റി ഇപ്പോഴും വിളിക്കും. അപ്പം ഞാൻ ട്രിവാൻഡ്രം IFFക്ക് പോയ സമയത്തായിരുന്നു അദ്ദേഹം മരണം സംഭവിച്ചത്. അപ്പൊ ഞങ്ങള് പോയ സമയത്തും ആന്റി ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ അസുഖം ഉണ്ടായിരുന്നു ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എന്നും അറിഞ്ഞിരുന്നില്ല. അപ്പൊ മരിച്ചപ്പോ ആന്റി എന്നെ ഫോൺ ചെയ്തു വന്ന്. അപ്പൊ ഞാൻ അന്ന് തിരുവനന്തപുരത്തുണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എന്നിട്ട് പോയി കണ്ടു. അപ്പൊ ആ സമയത്ത് ആന്റി പറയായിരുന്നു, ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു, ഈ കുട്ടി അത് വന്ന് ഇന്റർവ്യൂ എടുത്തതിന് ശേഷം ആണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ ചിരിച്ചൊന്ന് കാണുന്നത് കുറെ കാലത്തിന് ശേഷം. കാരണം എല്ലാവരും മറന്നുപോയിരുന്നു അദ്ദേഹത്തിനെ. അപ്പൊ ഓർമ്മിക്കാൻ ഇങ്ങനെ ഒരാള് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ കാരണം ഈ കുട്ടിയാന്ന് പറഞ്ഞു. അപ്പൊ ഐ തിങ്ക് that's the best thing that I've heard ever. എനിക്ക് തോന്നുന്നില്ല ഇതിനേക്കാളും സന്തോഷമുള്ള ഒരു കാര്യം. Not that, I mean, he's not there anymore, പക്ഷെ it lives with me and his voice is still there. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് അയച്ചിരുന്ന മെസ്സേജ് ഒക്കെ ഞാൻ വാട്സാപ്പിൽ നോക്കും. അത് അയച്ചിരുന്ന മെസ്സേജും ആ വോയിസ് നോട്ടും റെക്കോർഡഡും ഇതൊക്കെ ചില കാര്യങ്ങള് just too close to your heart, not because they were there in your life before, പക്ഷെ but because they're going to be there forever from now. അപ്പൊ അതുകൊണ്ട് ഒരു വല്ലാത്ത അഫെക്ഷൻ അറ്റാച്ച്മെന്റ് ആണ്. ആന്റിയുമായിട്ട് ഇപ്പോഴും കണക്റ്റഡ് ആണ്. ഐ തിങ്ക് ഷി സ്റ്റിൽ ഈസ് റിക്കവറിങ് ഫ്രം ദി ലോസ്. ഐ തിങ്ക് കാരണം അവർ അത്രയും ക്ലോസ് ആയിരുന്ന ഒരു കപ്പിൾ ആയിരുന്നു. Lot of films with Pathnarajan and വലിയൊരു ആളുകളുടെ കൂടെയൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അത്തരം ആളുകളുടെ എക്സ്പീരിയൻസസ് ഉപയോഗിക്കുന്ന ഒരു സിനിമ വരുന്നു എന്നൊക്കെ ഉള്ളൊരു വരുന്നത് നമുക്ക് സ്വപ്നം കാണാലോ. അങ്ങനെയൊക്കെ അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇറ്റ് വാസ് എ ഷോക്ക് അത് ഒരു ന്യൂസ് കണ്ടു.
അതെ, ആക്ച്വലി വാണ്ടഡ് ടു ഡു സംതിങ് ഫോർ ഹിം. അപ്പോ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു, സിനിമയില്ലാതെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു. ആൻഡ് അപ്പോഴും ഞാൻ അന്ന് സംസാരിക്കുന്ന സമയത്തും ഏതോ ഒരു പ്രോജക്റ്റുമായിട്ട് ആരോടോ സംസാരിക്കുകയും അത് നടക്കും എന്ന് തോന്നുന്നു. അങ്ങനെ പ്രതീക്ഷയിലിരുന്ന ഒരു മനുഷ്യനാണ്. പ്രതീക്ഷ വിട്ടിട്ടുണ്ടായിരുന്നില്ല അവസാനം വരെയും. ഹി ഹാഡ് സംതിങ് ഗോയിങ് ഓൺ. അതിപ്പോ എന്തായി അറിയാത്തത് കൊണ്ട് ഇപ്പൊ എനിക്കറിയില്ല. പക്ഷെ ഹി വാണ്ടഡ് ടു ഡു സംതിങ് ഓൺ ഹിസ് ഡാഡ്. അപ്പം അതുപോലത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിച്ചത് സംസാരിച്ചിരുന്നു. അതൊന്നും ഞാൻ എന്റെ റൈറ്റപ്പില് ചെയ്തില്ല. കാരണം അവരത് പറഞ്ഞിരുന്നു, ഇങ്ങനത്തെ ഒരു തരത്തിലും കോൺട്രവേഴ്സി വരരുത് എന്ന്. അപ്പൊ വളരെ ശ്രദ്ധിച്ചാണ് എഴുതിയത്. നമ്മൾ അവർക്ക് ഉപകാരം ഉണ്ടായില്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല എന്ന് ആലോചിച്ചിരുന്നു. All the very best for your theatre activities, movies, and talkative. So let's talk again very soon. Sure. Thank you, Ashish. All the best.